നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റീഡിംഗ് എടുക്കാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിച്ചാലുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റിയുള്ളതാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുന്നതായിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ. ചിലരുടെ പ്രണയബന്ധങ്ങൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, ചിലവരുടെ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് നിറഞ്ഞ ബന്ധങ്ങളും ഉണ്ട്. ഇന്നത്തെ റീഡിംഗ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുന്നവർക്കായിട്ടുള്ള റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ദി എംപ്രസ്, 6 ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, 7 ഓഫ് വാൻഡ്സ്, 9 ഓഫ് വാൻഡ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. ആദ്യം തന്നെ പറയട്ടെ, കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഭയങ്കര കൺഫ്യൂഷൻസ് ഉള്ളവരായിരിക്കും. പ്രണയബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഇവർ എടുത്തു ചാടിയായിരിക്കും ആ ഒരു ബന്ധം തുടങ്ങുന്നത് തന്നെ. തുടങ്ങിക്കഴിഞ്ഞ് ചെറിയ പിണക്കങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. ഈ ഒരു ബന്ധം പെട്ടെന്ന് തുടങ്ങണ്ടായിരുന്നു, ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഈ ഒരു പ്രണയബന്ധമായി തുടർന്ന് പോകണോ വേണ്ടായോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് നിറഞ്ഞായിരിക്കും ഇവരുടെ ചിന്താഗതികൾ മുഴുവനും. പ്രണയബന്ധം തുടങ്ങി ആദ്യത്തെ കുറച്ചു കാലം നിങ്ങൾക്കായിരിക്കും അവർ പ്രയോറിറ്റി കൂടുതൽ തരുന്നത്. നിങ്ങളുടെ അവൈലബിലിറ്റി അവർക്ക് ക്രമേണ കൂടും തോറും ഇവർ നിങ്ങൾക്ക് തരുന്ന പ്രയോറിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ക്രമേണ മുൻഗണന കൂടുതൽ തന്നില്ലെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങളോട് എപ്പോഴും ഒരു വാത്സല്യം നിറഞ്ഞ സ്നേഹമായിരിക്കും അവർക്കുള്ളത്. അവർ നിങ്ങളെ ഒരു അച്ഛനെ പോലെയും അമ്മയെ പോലെയും ശാസിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കും. പിണക്കങ്ങൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്ന പ്രകൃതക്കാരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വാക്കുകൾ ഉപയോഗിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കുകയും നിങ്ങളോട് വന്ന് സോറി ചോദിക്കുകയും ചെയ്യും. ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി അവർ എന്ത് തരം റിസ്ക് എടുക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പ്രണയബന്ധത്തിൽ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കും അവരുടെ മനസ്സിൽ. ആ ഒരു ചിന്ത കാരണം അവർക്ക് സ്വയം നല്ലൊരു ജോലി കണ്ടെത്തണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും നല്ല ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുകയും കിട്ടുന്ന ജോലിയിൽ കഠിനാധ്വാനം അവർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കെയറിങ്ങും സ്നേഹവും തരാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതുമായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് അവർ പ്രയോറിറ്റി തരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്കുണ്ടാകുന്ന ചില സാഹചര്യം കാരണം അവർക്കത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുകയില്ല. എങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ ഒരു കുറവും വരാതെ നടത്തുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവർ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരുപാട് സ്നേഹവും വാത്സല്യവും പ്രതീക്ഷിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രണയബന്ധം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ സ്നേഹവും സന്തോഷവും ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എല്ലാ കാര്യങ്ങളും പാർട്ട്ണറിനോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ. ഇവർ നിങ്ങളോട് ഇതുപോലെ തുറന്ന് പറയുമ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ. ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട ഘട്ടങ്ങളിലാണെങ്കിൽ പോലും ഇവരുടെ പാർട്ട്ണറിൻ്റെ അഭിപ്രായത്തിന് ഒരുപാട് മുൻഗണന ഇവർ കൊടുക്കാറുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ കുറച്ച് കഠിന ഹൃദയരാണ് എന്ന് നമ്മൾക്ക് തോന്നുമെന്നുണ്ടെങ്കിലും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ പാവങ്ങളും നല്ല സോഫ്റ്റ് ഹാർട്ടഡുമായിട്ടുള്ള ആൾക്കാരാണ്. പുറമേ ധൈര്യം കാണിക്കും എന്നുണ്ടെങ്കിൽ തന്നെയും
എന്തെങ്കിലുമൊക്കെ വലിയ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇവർ കൂടുതലും ഇവരുടെ പാർട്ട്ണറിൻ്റെ സഹായം ആഗ്രഹിക്കും. ആ സഹായം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടെ ഉണ്ടായാൽ മാത്രം മതി. അതായത് എന്തെങ്കിലും ഒരു വലിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കൈത്താങ്ങായി നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ഇവർക്ക് ഒരുപാട് ധൈര്യം കൊടുക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമീപ്യം ഇവർക്ക് ഒരുപാട് ധൈര്യവും ആത്മവിശ്വാസവും കൊടുക്കും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഇവരുടെ പാർട്ട്ണറിൽ നിന്നും ഒരുപാട് സ്നേഹവും കെയറിങ്ങും ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാതെ വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നതായിരിക്കും. ആ സങ്കടവും ദേഷ്യവും അവർക്ക് മാനസികമായി അവരെ ഒരുപാട് തളർത്തുന്നതുമായിരിക്കും. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിക്കില്ല. 100% വിശ്വസിക്കാം. നിങ്ങളുടെ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല അവർ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലുടനീളം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ സ്നേഹവും വാത്സല്യമാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ പ്രണയത്തെ, അതായത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുമായിട്ടുള്ള പ്രണയത്തെ നിങ്ങൾക്ക് ധൈര്യമായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.